TC മേടിച്ച് ഹോളി ഫാമിലി സ്കൂളിനോട് വിട പറയാൻ പോവുകയാണ്. റീഇൻട്രൊഡ്യൂസിംഗ് അല്ലേ? വെൽക്കം ബാക്ക്. അപ്പൊ നിങ്ങള് തമ്പനയിലും റിവ്യൂയിലും കണ്ടോലെ തന്നെ നമ്മൾ TC മേടിക്കാൻ പോണ വ്ളോഗാണ്. അപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ നീണ്ട 12 വർഷത്തെ ജേണിയാണ് ഗൈസ് ഹോളി ഫാമിലിയിലത്തെ. അങ്ങനെ ഇന്ന് 12 വർഷത്തിന് ശേഷം നമ്മൾ TC മേടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഹോളി ഫാമിലി ജീവിതം ഇന്ന് അവസാനിക്കുന്നു. ഇതെന്താ പറയാ, എനിക്കിപ്പോ ആലോചിക്കുമ്പോ എല്ലാം കഴിഞ്ഞൂലേ എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഭയങ്കര സ്പീഡിൽ പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 8, 9, 10 ഭയങ്കര സ്പീഡിൽ കഴിഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ ഹോളി ഫാമിലിനോട് വിട പറയാൻ പോവാണ്. കുറേ നാള് ഒരാള് സ്കൂളിൽ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം ഹോളി ഫാമിലി ഇനിയിപ്പോൾ പറയുമ്പോൾ നമ്മൾ വേറെ സ്കൂളിൽ വരില്ല പറയുമ്പോൾ. അപ്പോൾ അത് ആ ഒരു ചേഞ്ചൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിവേ നമുക്ക് ഇനി TC മേടിക്കാൻ പോവാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആദ്യം പോണത് ബാലഭവനിക്കാണ്. ബാലഭവനിക്ക് എന്തിനാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാലഭവനിലത്തെ ആനുവൽ ഡേ ആണെന്ന്. അപ്പോൾ നമ്മുടെ ശ്രീഭദ്ര അവിടുത്തെ സീനിയറാണ്. അപ്പോൾ നമ്മുടെ ശ്രീഭദ്രയുടെ പ്രോഗ്രാം ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടി പോകണം. ഫസ്റ്റ് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് സ്കൂളിലേക്ക് പോവും, TC മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ എത്തി, എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ മാത്രം അവിടെ എത്താത്തുള്ളൂ. ഞാനിപ്പോൾ വരുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോഴും വീട്ടിലിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരുങ്ങി പോകണം. അപ്പോൾ ഇനി ഞാനിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പരിപാടി കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല, കാരണം സമയം കുറച്ചിതുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ്, കമോൺ. ഗൈസ് നമ്മളിപ്പോൾ ബാലഭവനിലാണ്. ഇവിടെ ശ്രീഭദ്രയുടെ പരിപാടി ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളും ഇവിടെ പഠിച്ചിരുന്നു. നീ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും ജോയിൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷം മടിയായ കാരണം, പിന്നെ ഇവള് വരാത്ത കാരണം ഞാനും പോയില്ല. ഇതാണ് സ്റ്റേജ് ഗൈസ്. ഇവിടെ ഞാനും ശ്രീഭദ്രയും കൂടി ഡാൻസ് കളിച്ച് കൊളായിണ്ട്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാതറിൻ, എന്തോ വിശേഷം? അതന്നെ TC മേടിക്കാൻ പോവാണ്. ഈ വേളയിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്? സ്കൂളില് പോവാണല്ലോ ആലോചിക്കുമ്പോ ഒരു സമാധാനം. വേറൊരു കാര്യം ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഹോളി ഫാമിലിയാണ് പോവാൻ പോകുന്നത്. മൈക്കൽ ജാക്സൺ ഇത് ഇവിടുത്തെ ക്ലേ മോഡലിന്റെ പിള്ളേർ ഉണ്ടാക്കിയതാണ്. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. പറയാണ് ഫേമസ് ആവട്ടെ മൈക്കിൾ ജാക്സന്. അപ്പൊ ഇത് കണ്ടിട്ടൊക്കെ നിങ്ങക്ക് എന്താണ് തോന്നുന്നത്? ഉള്ളവര് പലതും ചെയ്യണോ, നീ പ്രോത്സാഹിപ്പിക്കണം. ഒച്ചിനൊക്കെ ഉണ്ടാക്കിണ്ട്. ഇത് നീരാളിയാണ്. ആക്ച്വലി നിങ്ങൾ പരിപാടി കാണാൻ വന്നതാണ്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേനും ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ശ്രീഭദ്രനെ കാണിച്ചിരാം. ശ്രീഭദ്ര സീനിയർ ആയിട്ടാണ്, വലിയ പുള്ളിയാണ്, കാണാൻ പോലുന്നല്ല. വയലിൻ്റെയും മ്യൂസിക്കിൻ്റെയും സീനിയറാണ്. പിന്നെ മ്യൂസിക്കിൻ്റെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്. നിനക്ക് എന്താ TC മേടിക്കാൻ പോലുള്ള അഭിപ്രായം? വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകണം, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ വലിയ ആളാണ്. ഇപ്പോൾ ഫുൾ ഷെഡ്യൂൾഡാണ്, ഓരോ ദിവസങ്ങളും ഓരോ പരിപാടിയാണ്. നേരൊന്നും ഇല്ല, ഭയങ്കര. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നിന്റെ ബൈ. നമ്മൾ സ്കൂളിലോട്ട് നടന്നു. ഇതാണ് ഞങ്ങൾ എന്നും നടന്നുകൊണ്ടിരുന്ന വഴി. ഇനി ഇതിൽ കൂടെ കിടക്കില്ല. പക്ഷെ ജോയിനെ കിടക്കൂട്ടോ. ജോയിന് ഇനിയും 2 വർഷം കൂടെയാണ് പഠിക്കാൻ പോണെ. അല്ല ജോന, വേറെ എവിടെയും ഇല്ല സാധനം തൃശ്ശൂര്. ഇപ്പൊ നമ്മുടെ ശ്രീഭദ്ര മാത്രമാണ് ട്രഡീഷണൽ ലുക്കിലുള്ളൂ. അത് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ട്രഡീഷണൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കയ്യിൽ പിടിച്ചിറക്കാൻ പറ്റുമോ? ഇതിൽ നിനക്ക് എന്താ പറയാനുള്ളത്? ഇവളീ റോട്ടി കിടന്ന് ഓളിരുന്നതിന് നിനക്ക് എന്താ പറയാനുള്ളത്? അത് പിന്നെ പറഞ്ഞോ. നമ്മളിതിൽ കൂടെ നടന്നു പോകുമ്പോ ഇവിടെ വളരെയധികം ഷോ ആയിട്ട് ഒരാൾ നടന്നു പോകണ്ടായിരുന്നു. അവളാണ് എന്തുട്ടാണ് ഇങ്ങോട്ട് വന്നേ നീ വൈക. ജോനെ പഠിക്കാൻ പോണ സ്കൂളാണ് കേട്ടത് ഗൈസ്. ജോനയുടെ സ്കൂളാണ് ബാക്കിൽ നമ്മൾ കാണുന്നത്. സന്തോഷമായിരുന്നു തന്നെ നടക്കിഞ്ഞി. ഈ ജില്ലയിലെ ആ സാധനം വേറെ എവിടെ ഇല്ല. ബയോസൈക്കോളജി വേറെ എവിടെയും ഇല്ല.
ഇത് ഞങ്ങളുടെ മലയാളം ടീച്ചറാണ്, ജിസ്മി ടീച്ചറാണ്, അടിപൊളി ടീച്ചറാണ്. പിന്നെ എന്തൊക്കെ പറയാണ്ട്, എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല കുട്ടിയാണ്. അതെ, വളരെയധികം സഹകരണം. എന്താവശ്യത്തെ വിളിച്ചാലും ഓടിയെത്തുന്നത്. അതെ, ഇത് ഞാൻ പറഞ്ഞു ചെയ്തതല്ല കേട്ടോ. അതെ, അത് പ്രത്യേകം പറയണത്. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതൊക്കെ തരില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ജിസ്മി ടീച്ചർ, അടിപൊളിയാണ് അല്ലേ? ദിയ അങ്ങനെ 1 വർഷം പഠിച്ച ക്ലാസ്സിൽ പിന്നെയും വന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നീ എന്താ പറയാനുള്ളത്? ഇവളുടെ റിസീവ്ഡിന്റെ സ്പെല്ലിങ് തെറ്റിച്ച് നിൽക്കണ കാരണം അതിന്റെ വിഷമത്തിലാണ്. മൂക്കിലൊന്നും കഴിയിട്ടല്ലേ ഗൈസ്? നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ ലീഡറുടെ ഒപ്പമാണ് നിൽക്കുന്നത്. സ്കൂളിൽ നിന്ന് പിന്നെ പറയണം കേട്ടോ. അപ്പൊ മാർക്കൊക്കെ വന്നപ്പോൾ ഡിപ്രഷനിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി പെട്ടെന്ന്. നമ്മളിപ്പോ പോവാണ്, നമ്മളൊരു ഫുഡ് കഴിക്കണം. എന്തെങ്കിലും പറ, നീ എന്തെങ്കിലും പറ. എന്താ പറയാ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഈ വരവ്. ഇവിടെ കാണാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി കാണുന്നവരെ വണക്കം. നമ്മൾ TC മേടിച്ച് ഹോളി ഫാമിലി സ്കൂളിനോട് വിട പറയാൻ പോവുകയാണ്. ഇതാണ് നിവേദിത. നിങ്ങൾ ഇതുവരെ നിവേദിതനെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റീഇൻട്രൊഡ്യൂസിങ് മൊട്ടമിലൻ. എങ്ങനെയാണ് മൊട്ടടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഒരു പ്രാവശ്യം കൂടി മൊട്ടടിക്കാൻ ആഗ്രഹം. കാരണം അത്ര അടിപൊളിയാണ്. കാണുന്നവർക്ക് മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ. ബാക്കി അനുഭവിക്കണം എനിക്ക് പ്രശ്നമില്ല. ഭയങ്കര എൻജോയ്മെന്റ് ആണ്. നിനക്ക് മൊട്ടടിക്കണം എന്നുണ്ടോ? ഇതിനെക്കാട്ടും നല്ലത് മൊട്ടടിക്കണതാണ്. നല്ല മുടികളത്. ഇനി വേറൊരു കാര്യം, ഈ ശ്രീഭദ്ര പട്ടുപാവാട കാര്യം പറയും. അവൾക്ക് പരിപാടി ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്റെ ഇടയിൽ വന്നാ ഞാൻ. അതന്നെ, അവൾ സകലകല വല്ലഭയായതുകൊണ്ട്. ഇതാണ് വൈബ്രേഷൻ. നെക്സ്റ്റ് ജോനയുടെ ഔട്ട്ഫിറ്റ് ചെക്കാണ്. ഇത് ദിയയുടെ പുതിയ കണ്ണട. ഞാനും ജോനും തടി വെച്ചു എന്നാണ് ഇവിടെ എല്ലാവരും പറയണത്. പക്ഷെ അത് നമ്മള് പ്രിവിലേജ് ആയിട്ട് കാണുകയാണ് അല്ലേ ജോന? നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചോണ്ടാണ് നമ്മൾ തടി വെച്ചത് അല്ലേ? എന്റെ 12 വർഷത്തെ ജേണിയാണ് ഹോളി ഫാമിലിയിലത്തെ. നിന്റെയോ? എന്റെ 4 മിലൻ ഈ സ്കൂളിലാണ് LKG ഒക്കെ പഠിച്ചത്. LKG അല്ല UKG. നിന്റെയോ? 6 കൊല്ലം. നിന്റെയോ? ഞാൻ 8 കൊല്ലം. നിന്റെയോ? ഓരോരുത്തരും എണ്ണിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാനും ജോനിയും ഇവിടെ ചേർന്ന അന്നൂത്തിലുള്ള കമ്പനിയാണല്ലേ? അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവരുണ്ട് ഇരിഞ്ഞു ഇവിടെ. ഞാൻ ഇവിടെ അല്ല, അപ്പുറത്ത് കളിച്ചവരുടെ. പപ്പുടിയുടെയും ശ്രീഭദ്രയുടെയും ചെലവാണിന്ന്. പിന്നെ ഇവളുടെയും ജോൻ മഞ്ഞളയുടെയും. എല്ലാം കഴിഞ്ഞു, നമ്മൾ പോവാണ്. അവരൊക്കെ പോയി, നമ്മളും കൂടി പോവാണ്. ബിരിയാണി വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വണ്ടി വരാൻ വെയിറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഹോളി ഫാമിലി അധ്യായം ക്ലോസ്. ഇനി പുതിയ സ്കൂൾ, പുതിയ ആൾക്കാർ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.